അനുകരണ കലയിലും അഭിനയ വേദിയിലും അരനൂറ്റാണ്ട് പിന്നിട്ട് കലാഭവൻ KS പ്രസാദ്. കൊച്ചിയിൽ സുവർണ ജൂബിലി ആഘോഷമാക്കി ഉറ്റ സുഹൃത്തുക്കൾ. മഹാരാജാസ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനിലും കൊച്ചിൻ കലാഭവനും ചേർന്നാണ് ആദരവൊരുക്കിയത്. നടനും സംവിധായകനുമായ ലാൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിറഞ്ഞ ആദരവോടെ നമുക്ക് പ്രസാദേട്ടന് ആദരവ് നൽകുകയാണ്. മൊമെന്റോ നൽകി ആദരിക്കുന്നു. 50 ആണ്ട് പിന്നിട്ട മിമിക്രിയുടെ മാന്ത്രിക ലോകം. നാട്ടിലെ ഉത്സവ പറമ്പുകളിൽ നിന്നും തുടങ്ങി ലോകമാക വേദികളിൽ നിന്ന് വേദികളിലേക്ക് ചേക്കേറിയ ആബേലച്ചന്റെ സ്വന്തം KS പ്രസാദ്. ആ ചിരിയിലും കൈവീശലിലുമെല്ലാം ഇന്നും കലാഭവനിലെ 6 അംഗ മിമിക്സ് പരേഡ് ട്രൂപ്പിലെ കപ്പിത്താന്റെ നിലയ്ക്കാത്ത ഊർജ്ജം. ചങ്ങമ്പുഴ പാർക്കിലെ വേദിയിൽ KS പ്രസാദിന്റെ ജീവിതയാത്ര സ്ക്രീനിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഉത്സവ പറമ്പുകളിലും കാസറ്റുകളിലും മിമിക്രി കണ്ടിരുന്ന ആ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചുപോയി. സംവിധായകനായ സിദ്ദിഖ് ലാലിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാഭവൻ നൈറ്റ് 1997. പ്രസാദിനൊപ്പം നടന്നവരും കൈപിടിച്ച് മുകളിലേക്ക് കയറിപ്പോയവരുമെല്ലാം ചേർന്ന് 50 വർഷം ആഘോഷമാക്കി. ഉറ്റച്ചങ്ങാതി ലാൽ തന്നെ ചടങ്ങിന് തിരികൊളുത്തി. എല്ലാ കാര്യങ്ങളും ഇവരൊക്കെ എന്തൊക്കെ ചെയ്ത സ്റ്റേജ് പരിപാടികളും അതൊക്കെ വൻ സക്സസ്സാണ്. ഇതിന്റെ അഹങ്കാരത്തിനിടയ്ക്ക് പിന്നെ അറിയാൻ പാടില്ലാത്തൊരു പണി ചെയ്തിട്ടുണ്ട്. അത് മാത്രം ഇവരുടെ പൊട്ടിപ്പോട്ടും പറഞ്ഞല്ല. കല്യാണം വീഡിയോ കവർ ചെയ്യാനായിട്ട് പോകാൻ തുടങ്ങിയില്ല, പോയേ ഉള്ളൂ ഒരിക്കലും. അതിന്റെ അനുഭവം എനിക്കറിയാവുന്നതാണ്. മഹാരാജാസ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനും കൊച്ചിൻ കലാഭവനും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ലാലിനൊപ്പം KS പ്രസാദിനെ അടുത്തറിയുന്നവരെല്ലാം ഒത്തുചേർന്നു. ഞാൻ ഒരു 13-14 വയസ്സിലാണ് കൊച്ചിൻ കലാഭവനിലേക്ക് കാലുവയ്ക്കുന്നത്. അവിടുത്തെ ഡാൻസിനും ഗാനഭൂഷണത്തിനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ പ്രസാദേട്ടനറിയാം. പ്രസാദേട്ടൻ്റെ മിമിക്രി കാസറ്റുകളിലൊക്കെ അന്ന് പ്രസാദേട്ടൻ്റെ അവിടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും, ദിലീപേട്ടനായാലും അശോകേട്ടനായാലും നാദൃശ്യായാലും എല്ലാവരുടെയും കൂടെയും എനിക്ക് അന്ന് ഒരു അവസരം തന്നത് പ്രസാദേട്ടനും റഹ്മാൻക്കൊക്കെയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു സ്നേഹം ഇന്നും ഞങ്ങളുടെ ഒരു വലിയേട്ടൻ, മിമിക്രിക്കാരിലെ മൂത്താപ്പാന്ന് വിളിക്കും എല്ലാവരും, ഞങ്ങൾക്ക് വലിയേട്ടനും. അങ്ങനെയാണ് പ്രസാദേട്ടൻ. സ്റ്റേജിൽ നർമ്മം പറയുക, മറ്റൊരു മാധ്യമങ്ങളെയും അധികം ആശ്രയിക്കാതെ സ്റ്റേജിൽ നർമ്മം പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് എവിടെ വരെ എത്താം എന്ന് ചോദിച്ചാൽ അയാൾക്ക് KS പ്രസാദേട്ടൻ വരെ എത്താം. അതാണ് ഞാൻ പറയുക. അത്രയും പീക്ക് ഈ ഒരു മേഖലയിൽ ഇത് മാത്രം ചെയ്തുകൊണ്ട് ഇപ്പോഴും അതിൽ തന്നെ ഫോക്കസ്ഡായി നിന്നുകൊണ്ട് ഏറ്റവും പീക്കിലെത്തി നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ് പ്രസാദേട്ടൻ. നല്ല കുറേ ക്വാളിറ്റീസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അത്രയൊന്നും ഇല്ലെങ്കിലും അതൊക്കെ നമ്മളിലോട്ട് പകർന്നു തരാൻ ഒരു കാരണക്കാരൻ പ്രസാദേട്ടനാണ്. ഷാദോണ അങ്ങനെയല്ല, നീ ഇങ്ങനെ ചെയ്യേ, അങ്ങനെയല്ല അവിടെ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അന്നും ഇന്നും പറഞ്ഞു തരുന്നൊരു ജ്യേഷ്ഠ സഹോദരനാണ് സ്വന്തം പ്രസാദേട്ടൻ. കലാഭവൻ എന്ന് പറഞ്ഞാൽ ഞാനടക്കം ഒരുപാട് പേരിൻ്റെ ഒപ്പം കലാഭവൻ കൊണ്ട് നടക്കുന്നവരാണ്. കലാഭവൻ മണിച്ചേട്ടനാണെങ്കിലും റഹ്മാനൊക്കെയാണെങ്കിലും കലാഭവൻ നവാസ്, പ്രജോദ്, അങ്ങനെ കുറേ പേരുണ്ട്. എന്നാൽ നെഞ്ചിൽ കലാഭവനെ കൊണ്ട് നടക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് മറ്റാരുമല്ല, പ്രസാദേട്ടൻ തന്നെയാണ്. നിറഞ്ഞ സദസ്സ് കണ്ടാൽ അന്നും ഇന്നും KS പ്രസാദിന് പ്രത്യേക ഊർജ്ജമാണ്. ചങ്ങമ്പുഴ പാർക്കിലും പ്രസാദ് ശബ്ദാനുകരണത്തിന്റെ മാലപ്പടക്കം പൊട്ടിച്ചു. ഭാഗ്യം നമുക്ക് ഉണ്ടാകാറില്ല. ഇത് ഞാൻ നിങ്ങളെല്ലാവരെക്കാൾ കൂടുതൽ ഭാഗ്യവാനാണ്. ഇത്രയും വലിയൊരു ഭാഗ്യം കൊച്ചിൻ ഗിന്നസ് മിമിക്രിയിൽ ആകർഷകരായ നിരവധി പേർക്ക് അത്താണിയായി കോമഡിയും മിമിക്സും പിന്നെ ഞാനും TV ഹിറ്റുകളിൽ ഒന്നാണ്. മിമിക്രി കലാകാരന്മാർക്കുള്ള സംഘടന രൂപീകരിക്കാനും പ്രസാദ് മുന്നിൽ നിന്നു. മിമിക്രിയുടെ മാതൃക ലോകത്ത് ഇനിയും KS പ്രസാദ് എന്ന മാന്ത്രികൻ തന്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ന്യൂസ് മലയാളം, കൊച്ചി.